ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. നമുക്കിന്ന് വർക്കിന് വന്നിട്ടുള്ളത് ഒരു പേഷൻ പ്ലസ് ആണ്. ഇത് നമ്മൾക്ക് കസ്റ്റമർ കംപ്ലൈൻറ്റ് പറഞ്ഞ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വണ്ടി ഒരു കട്ടറൊക്കെ ഇറങ്ങി കയറുന്ന സമയത്ത് നമുക്ക് ബേക്കിൽ വീലിൻ്റെ സൈഡ് തെന്നി മാറും പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് നമുക്കിതിന് ഓൾറെഡി ഇതിൻ്റെ വീൽ ബെയറിങ് ഇത് അത്രയും ഷെയ്ക്കുണ്ട്. വീൽ ബെയറിങ് കറക്റ്റ് ഈ ഒരു ഗ്യാപ്പിലേക്ക് നോക്കിയാൽ കാണാൻ കണ്ടോ. വീൽ ബെയറിങ് നമുക്ക് ഓൾറെഡി ഇത്രയും ഡാമേജ് വീൽ ബെയറിങ് ഉണ്ട്. അപ്പോൾ നമുക്കതിന് വീൽ ബെയറിങ് റീപ്ലേസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൽ ബേക്കിലെ ഷോക്ക് അബ്സറിൻ്റെ സൈഡ് നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാം, ഇതിൻ്റെ സെൻറ്ററിൽ ഇതുണ്ട് ഓയിൽ അടിച്ചിട്ട് ഓയിലൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി ഷോക്കും വീക്കാം. അപ്പോൾ നമുക്കിത് റിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷനില്ല. ബേക്ക് ഷോക്ക് അബ്സർ നമുക്ക് റീപ്ലേസ് ചെയ്യണം. അതുപോലെ സെയിം ഈ സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഷോക്ക് അബ്സറിൻ്റെ സെൻറ്ററിൽ നോക്കി കഴിഞ്ഞാൽ കാണാം നല്ല ഓയിൽ ലീക്കാണ്. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമല്ല, ചെറുതായിട്ടുള്ള ലീക്കേ ഉള്ളൂ. പക്ഷേ അതേസമയത്ത് നമുക്ക് ഈ റൈറ്റ് സൈഡിൽ വരുന്ന ഒരു ഓയിൽ സീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോക്ക് അബ്സറിൻ്റെ ഓയിൽ സീൽ നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കതുകൊണ്ട് ഇതൊന്നും ചെയ്യാനില്ല, 2 ഷോക്ക് അബ്സർ റീപ്ലേസ് ചെയ്യണം. പിന്നെ നമുക്ക് ഈ വണ്ടിക്ക് വേറെയുള്ള വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് മാഗ്നറ്റ് സൈഡിൽ ഈ ഒരു സൈഡിൽ നല്ല രീതിക്കുള്ള ഒരു ഓയിൽ ലീക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് എവിടെയാണെന്ന് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അയച്ചു വെച്ചതാണ്. നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, നമുക്ക് ഈ എൻജിനിൽ നമ്മൾ ഒഴിക്കുന്ന ഫ്രഷ് ഓയിൽ തന്നെയാണ് നമുക്ക് ലീക്കായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് കണ്ടോ, പുതിയ ഓയിൽ തന്നെ നമുക്ക് ലീക്കായിട്ട് വരുന്നത്. ഈ സൈഡ് സ്റ്റാൻഡിൻ്റെ ഈ ഒരു ഭാഗം നോക്കി കഴിഞ്ഞാൽ കാണാം, നല്ല രീതിയിൽ തന്നെ നനഞ്ഞിട്ടുണ്ട്. ഇത് സൈഡ് സ്റ്റാൻഡിൽ വെക്കുന്ന സമയത്ത് നമുക്ക് അത് അവിടെ നിന്ന് ഒലിച്ചിട്ട് താഴോട്ട് ഇതിൽ കൂടെ ഇറങ്ങി വരുന്നതാണ്. അതാണ് ഇങ്ങനെ കാണുന്നത്. നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് നമുക്കത് ഓൾറെഡി ഗിയർ ഷാഫ്റ്റ് ഓയിൽസിൽ ഇത് ഡാമേജ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് കോയിൽ പ്ലേറ്റിൻ്റെ ഓറിങ് നമുക്കതിൽ പോയിട്ടുണ്ട്. കോയിൽ പ്ലേറ്റ് ഓറിങ് നല്ല ഹാർഡായി പോയിട്ടുണ്ടാവും, കാരണം കുറേ കാലങ്ങളായല്ലോ. അപ്പം അതിൻ്റെ കോയിൽ നല്ല രീതിയിൽ ഇവിടെ സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനുള്ളിൽ കോയിൽ പ്ലേറ്റിൻ്റെ ഓറിങ്ങും അതുപോലെ തന്നെ ഈ ഒരു ഓയിൽ സീലും മാറ്റണം. അപ്പോൾ ഇതെങ്ങനെ മാറ്റുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോക്ക് കൂടെ ഇരുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണണം. നമുക്കത് ചെറിയൊരു പൈസ ഉള്ളൂ, ഒരു 50 രൂപയെ നമുക്ക് 2 ഓയിൽ സീലും കൂടി വരുന്നുള്ളൂ. പിന്നെ ഓറിങ് ആണെങ്കിൽ തന്നെ കിറ്റിന് 25 രൂപ റേഞ്ചേ വരുന്നുള്ളൂ. ഇതേ സമയത്ത് ഈ ഓയിൽ മൊത്തം പോയി തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് എഞ്ചിനടക്കം വർക്ക് എടുക്കേണ്ട അവസ്ഥയാണ്.